അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരവസരം ഒരു പരീക്ഷണമാണ്. അവസരം നൽകപ്പെട്ട നമുക്ക് തന്നെയും ഈ മാസത്തിൻ്റെ അവസാനം വരെ തുടരാനാകുമോ എന്ന് ഉറപ്പില്ല. നിർവഹിക്കുവാൻ അവസരം ലഭിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ അത് സ്വീകാര്യയോഗ്യമാകുന്ന വിധത്തിൽ നിർവഹിക്കാൻ അവർക്കാകുമോ എന്നതും പ്രധാനമാണ്. എല്ലാ ആളുകൾക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ട ഇബാദത്താണിത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ നമ്മിൽ ഉണ്ടാകേണ്ടുന്ന സാരമായ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾക്ക് വിധേയമാവാത്ത, കേവലം ആമാശയത്തിന് മാത്രം പട്ടിണി നൽകി പകൽ സമയത്തെ പരിവർത്തിപ്പിക്കുക എന്നത് നഷ്ടം മാത്രമേ നമുക്ക് വരുത്തി വെക്കുകയുള്ളൂ. പ്രധാനുഷ്ഠാനം എന്ന് പറയുന്നത് കൊണ്ട് നേടേണ്ടത് നേടണം. അത് അല്പം മണിക്കൂറുകൾ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് നേടാനാവില്ല. അത് ഏതാനും സമയങ്ങൾ വെള്ളം കുടിക്കാതിരുന്നത് കൊണ്ട് മാറ്റം വരില്ല. മാറ്റം വരേണ്ടത് നമ്മുടെ ആത്മീയമായ മേഖലയിലാണ്. മനുഷ്യരായ നമ്മൾ രണ്ട് ഭാഗങ്ങൾ കൂടിച്ചേർന്നവരാണ്. ഒന്ന് നമ്മുടെ പുറമേക്ക് കാണുന്ന ഈ ബോഡി, മറ്റൊന്ന് നമുക്ക് അഡ്രസ്സും പേരുമൊക്കെ നൽകുന്ന നമ്മുടെ ആത്മാവ്, റൂഹ് എന്ന് നമുക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട പാർട്ട്. ഈ രണ്ടാമത്തെ മേഖലക്ക് വിശുദ്ധി നൽകലാണ് പുറമേക്ക് കാണുന്ന ബോഡിയിലൂടെ ചില മര്യാദകൾ പാലിക്കുന്നതിലൂടെ നമ്മൾ നേടേണ്ടത്. പ്രഭാതോദയം മുതൽ സൂര്യാസ്തമനം വരെ അന്നപാനീയങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നത് കൊണ്ട് അത് നേടാനാവില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ വചനമോരി നമുക്ക് പറഞ്ഞതെന്താ? ലഅല്ലക്കും തത്തഖൂൻ. അള്ളാഹുവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ നിരന്തരം? നിങ്ങൾക്ക് തഖ്വയുണ്ടാകാനാ നോമ്പ്. ഇത് കേൾക്കാത്ത റമദാനുകളില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുക, നമുക്ക് എത്ര പേർക്ക് അങ്ങനെ നേടാൻ സാധിക്കാറുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം ലൈസ സിയാമു മിനൽ അക്ലി വശുർബ്. നോമ്പ് എന്ന് പറയുന്നത് അക്ലും ഷുർബും നിർത്തിവെക്കലല്ല. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അത് കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കലല്ല നോമ്പ്. ഇന്നമസ്സിയാമു മിനൽ ലഗ്വി വറഫസ്. നോമ്പ് എന്ന് പറയുന്നത് താഴെ പറയുന്നത് മാത്രമാണ്. ഇന്നമസ്സിയാമു മിനൽ ലഗ്വി വറഫസ്. ലഗ്വും പാടില്ല, റഫസും പാടില്ല. അനാവശ്യമായതെല്ലാ പ്രവർത്തനങ്ങളും ലഗ്വിൽപ്പെട്ടു. അനാവശ്യമായ എല്ലാ വർത്തമാനങ്ങളും സംഭാഷണങ്ങളും റഫസിലും പെട്ടു. ആവശ്യമുള്ളതല്ലാത്തതെല്ലാം ലഗ്വിൽപ്പെടുകയാണ്. ഇതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ സാധ്യമാകുന്നുണ്ടോ എങ്കിൽ എനിക്ക് പറയാം, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ നോമ്പുകാരനാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ മര്യാദ പാലിച്ച് അടക്കത്തോടെ, ഒതുക്കത്തോടെ, അച്ചടക്കത്തോടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിലിടം കോലിടാൻ വേണ്ടി നമ്മെ പ്രകോപിപ്പിക്കാനോ, ശകാരിച്ചുകൊണ്ടോ, ബഹളം കൂട്ടിക്കൊണ്ടോ, പ്രകോപിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും നീ വളരെ സംയമനം പാലിക്കണം. ഇന്നി സായിം, എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പുകാരനാണ്. എല്ലാ ദിവസവും ഒരേപോലെയാവരുത്. വളരെ കൃത്യത പാലിക്കണം. മനുഷ്യനെന്ന ഈ ശരീരത്തിൻ്റെ സർവ്വ അംഗങ്ങളിലും സർവാവയവങ്ങളിലും നോമ്പിൻ്റെ ചൈതന്യമുണ്ടാകണം. മഹാനായ സ്വഹാബി ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സുകളിൽ ഇരുന്ന് നേർക്കുനേരെ ദീന് പഠിക്കുന്നവരാണല്ലോ സഹാബ കിറാം.
അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങളിൽ എന്നവർ നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യം എന്താണ്? ഇദാ സുംത ഫൽയസും സംഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മഹാരിം. ഇദാ സുംത, നീ നോമ്പെടുക്കുകയാണെങ്കിൽ, ഫൽയസും, നോമ്പെടുക്കട്ടെ നിന്റെ കൂടെ. ഈ നോമ്പുകാരനാണോ എങ്കിൽ നോമ്പെടുക്കണം. സംഉക, നിന്റെ കാത്, വബസറുക, നിന്റെ കണ്ണ്, വലിസാനുക, നിന്റെ നാവ്, അനിൽ കദിബി, നുണ പറയുന്നതിൽ നിന്ന്, കള്ളം പറയുന്നതിൽ നിന്ന്, വൽ മഹാരിം, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും നിന്റെ സർവാവയവങ്ങളും വിട്ടുനിൽക്കണം. അരുതാത്തത് കണ്ട് രസിച്ച് നേരം പോക്കാൻ, അരുതാത്തത് ധാരാളമായി കണ്ട് രസിക്കുകയാണ്. എന്തിനാണ്? ഈ മണിക്കൂറുകളൊന്നങ്ങോട്ട് പിന്നിട്ട് കിട്ടണം, ഇതൊന്നണ്ട് അറിയാതെ പോകണം. വിശപ്പറിയാതെ, ദാഹമറിയാതെ, ക്ഷീണമറിയാതെ ടൈമൊന്നിങ്ങനെ പോകണം. അതിനെന്താ? നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ സുലഭമാണ്. എത്ര പെട്ടെന്നും ടൈമുകൾ പോയിക്കോളും. പക്ഷേ നീ നോമ്പുകാരനല്ല, വെറുതെ പട്ടിണിയാണ്. പിന്നെ ഭക്ഷണം കഴിച്ചോ, അതാ നല്ലത്. വെള്ളം കുടിച്ചോ, അതാ നല്ലത്. വെറുതെ നോമ്പാന്ന് പറഞ്ഞ് നടക്കണ്ട. ഫൽയസും സംഉക, നിന്റെ കാത് ഹറാമിങ്ങനെ കേട്ട് രസിക്കുക, ഹറാമായ വർത്തമാനങ്ങൾ പറയാ, നാവ് ഗീബത്ത് പറയാ, നമീമത്ത് പറയാ, അതുപോലെ തന്നെ അരുതാത്തത് സംസാരിക്കുക. ഇങ്ങനെ എന്തൊക്കെ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ, കദിബും മഹാരിമുമായ എന്തൊക്കെയുണ്ടോ, അതിൽ നിന്നെല്ലാം കണ്ണ്, കാത്, നാവ്, ഇതൊക്കെ നോമ്പെടുക്കണം. വളരെ കൃത്യമാണ്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, വൽയകുൻ യൗമ സിയാമിക വഖാറുൻ വസകീനതുൻ, നോമ്പിന്റെ ദിവസം നിനക്ക് നോമ്പാണെന്ന ഒരു പ്രത്യേക ഗൗരവതരമായ ഓർമ്മ നിന്റെ മനസ്സിൽ വേണം. ആ ഒരു ഗാംഭീര്യം നിന്റെ എല്ലാ ചലനങ്ങളിലും വേണം. ഒരിക്കലും നോമ്പുള്ള ദിവസവും അല്ലാത്ത ദിവസവും ഒരേപോലെ നിനക്ക് കഴിഞ്ഞുകൂടരുത്. അങ്ങനെയായി പോകരുത്. കാരണം അങ്ങനെയാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തേ മാറ്റമുണ്ടാകൂ? ഭക്ഷണം കഴിക്കണില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ എല്ലാ സ്വഭാവവും ഉണ്ട്. എല്ലാ സ്വഭാവങ്ങളും തുടരുന്നുണ്ട് നോമ്പിലും. എങ്കിൽ അത് നിഷ്പ്രയോജനമാണ്. അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. വലാ തജ്അൽ യൗമ ഫിത്രിക വസൗമിക സവാഅ, എല്ലാം തുല്യാണ്. ശഅബാൻ മാസത്തെ പോലെ വരും റമദാൻ, ശവ്വാല് പോലെ വരും റമദാൻ. എന്തേ പ്രത്യേകതയുള്ളൂ? ആ 2 മാസത്തിലും 11 മാസത്തിലൊക്കെ ഞാൻ വെള്ളം കുടിക്കലും ചായ കുടിക്കലും ഫുഡ് കഴിക്കലും ഒക്കെ ഉണ്ട്. ഇപ്പം അതില്ല. അതിനും കൂടെ പകരം ഞാൻ നോമ്പ് തുറന്ന് അത്താഴം വരെയുള്ള മൃഷ്ടാന്ന ഭോജനത്തിനിടയ്ക്ക് പകരം വീട്ടുകയും ചെയ്യും. ഇത് നോമ്പല്ല, ഇത് നോമ്പല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോമ്പിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് അതാണ്. ആ മാറ്റം എന്നിലും നിങ്ങളിലും വരുന്നുണ്ടോ എന്ന് നിരന്തരം പരിശോധിച്ചിട്ട് റബ്ബിനോട് ഇങ്ങനെ തേടണം. അല്ലാഹുവേ, എൻ്റെ വ്രതം അതേപോലെ ആക്കണേ, എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന്. ഇത് നമ്മുടെ കുടുംബത്തിലും പറയണം, മക്കളോടും പറയണം. ഇങ്ങനെ സമയം കളഞ്ഞ് എത്തേണ്ടതല്ല. ഇതാണ് പ്രധാനുഷ്ഠാനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. നോമ്പിൻ്റെ ചൈതന്യം അതാണ്. ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഈ വ്രതമാസത്തിൽ ഏതൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ, വിവിധ മാർഗങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടതുണ്ട്, വിവിധ കാര്യങ്ങളായി അറിയിക്കപ്പെട്ടവയുണ്ട്, എല്ലാത്തിലേക്കും കൂടുതൽ ഉന്മേഷത്തോടുകൂടെ മുന്നേറുക. റഹ്മായ റബ്ബ് ഏറ്റവും ഉചിതമായ നിലക്ക് വ്രതമനുഷ്ഠിച്ച് റബ്ബിൻ്റെ സ്വർഗത്തിനും മഗ്ഫിറത്തിനും അർഹരാകുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.